ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ അത്ര സുഖമല്ല, അപ്പച്ചനും ഇച്ചിരി വയ്യാഴികയായിട്ടുണ്ട്. എനിക്കും ഇച്ചിരി ചുമയും കോൾഡൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിട്ടാലല്ല ഒക്കത്തുള്ളൂ. കൊച്ചിനും വയ്യായിരുന്നു, പക്ഷേ ഒരു ദിവസം പോകാതിരുന്നാൽ പിന്നെ അവനും മടിയാവും. അവർക്ക് ഇഷ്ടം പോലെ എഴുതാനും ഒക്കെ ഉണ്ട്. പിന്നെ അത് വാട്സപ്പിലൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എല്ലാവരും തരണമെന്നൊന്നുമില്ലല്ലോ. ചിലർ തരും, ചിലർ തരത്തില്ല. അതുകൊണ്ടൊക്കെ അങ്ങ് കുഴപ്പമില്ലായിരുന്നു. അത്ര വയ്യായിരുന്നെങ്കിൽ ഞാൻ വിടാതെ ഇരുന്നതിനെയും മെഡിസിനൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനങ്ങ് മാറി. അപ്പോൾ രാവിലെ അവനെ വിടാനായിട്ട് വയ്യെങ്കിലും ഞാൻ 5 മണിയാണ് എണീറ്റു. ഒരു 5:30 ആകുമ്പോഴത്തേക്കിന് കൊച്ചിനെ കാപ്പി കൊടുത്ത് അവനെ എണ്ണിപ്പിക്കാമെന്ന് വെച്ച് അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടായിരുന്നു, ചേച്ചി ചായയും പാലൂടെ ഒരുമിച്ച് ഇട്ടിട്ട് പിന്നെ വെള്ളം ബോയിലാവാറാവുമ്പം തേയിലയിട്ട് ആറ്റിച്ചെടുക്കുക നല്ലതാണ്. അങ്ങനെയും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കുമല്ലേ. ചായയും പാലൂടെ ഒരുമിച്ചൊഴിച്ചിട്ട് നമ്മൾ പിന്നെ തേയിലയിട്ട് ആറ്റിച്ചെടുക്കും. പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഇവിടെ ഇവർക്ക് ഇഷ്ടമായത്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും അങ്ങനെ ചെയ്യും, കൂടുതലും ഈ രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനുള്ള കാപ്പി ഞാൻ എടുത്ത് ഇന്ന് ഓരോ ദിവസം മോനെ എണ്ണിക്കാൻ വേണ്ടി ഇന്ന് നല്ല കപ്പിലാടാ കൊണ്ടുവന്നേ, നമുക്ക് ആ കപ്പിൻ്റെ കളറ് മാറുന്നുണ്ട്. ഈ കപ്പെന്ന് പറയുന്നത് ചൂടാവുമ്പം അതിൻ്റെ കളർ ചേഞ്ച് ആവും. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് മസ്ക അടിച്ചൊക്കെ എണ്ണിപ്പിച്ചിരുത്തി. എന്നിട്ട് കുറച്ച് നേരം ഞാൻ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് എണ്ണിക്കുന്നത്, ഇതെന്തോ സമയമാണെന്നും പറഞ്ഞു. ഇനി ഞാനിന്ന് ചമ്മന്തി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കട്ടെ. ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കി. അതിന് ശേഷം പിന്നെ ചായയും തിളച്ചിട്ട് ചിലപ്പോൾ കൊടുക്കാൻ സമയമുണ്ടെങ്കിൽ ഞാനാ പോകുന്നതെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ഡാഡിക്ക് കൊടുക്കും, ചിലപ്പം വന്നു കഴിഞ്ഞേ കൊടുക്കും. അത് അടച്ചിട്ടിട്ട് ഞാൻ പോവും, കാരണം എനിക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ പിന്നെ. അപ്പോൾ ഇന്നിവന് ഇത് കൊടുക്കാമെന്ന് വെച്ച്, ചമ്മന്തി ഇഡലിയും കൂടെ. അപ്പോൾ ചമ്മന്തി ഇവന് കൊടുക്കാനായിട്ട് ഞാൻ ഇച്ചിരി തിക്കായിട്ട് എടുക്കും. അപ്പോൾ പിന്നെ സാധാ ടിഫിനല്ലേ ഇല്ലേ, ടിഫിൻ ബാഗ് ഞങ്ങൾ ഇന്നലെ DMart വാങ്ങിച്ചില്ലേ 3 കണ്ടെയ്നറുള്ള, അതിൻ്റെ അകത്ത് ഇന്ന് കൊടുക്കാമെന്ന് വെച്ച്. എന്നിട്ട് ഞാനത് ഇവൻ്റെ കയ്യിൽ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ അവനത് ബസ്സിലെങ്ങാനും വെച്ചിട്ടെങ്കിൽ വരും. അപ്പോൾ ഞാൻ ബാഗിൽ തന്നെ ടിഫിൻ ബാഗിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് അതിൽ നിന്ന് എടുത്താൽ മതിയെന്ന്. അപ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇച്ചിരി തിക്കിലെടുത്തിട്ട് പിന്നെ തിളപ്പിച്ചാറിയ ചൂടുവെള്ളം അതിൽ വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കും. രാവിലെ കഴിപ്പില്ല. പോൾമോനാന്നേലും അവന് 9 മണിക്കാണ് കോളേജിൽ. അവനൊരു 8:30 ആയിട്ട് പോയാൽ മതി. എന്നാലും അവനും രാവിലെ ഒന്നും കഴിക്കത്തില്ല. അവനും മിക്ക ദിവസം കാപ്പി ഉണ്ടാക്കുമ്പോൾ ചില ദിവസം പറയും വേണ്ട എനിക്ക് കുടിക്കുന്നുണ്ടേ, ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അങ്ങനെ അതൊക്കെ എത്ര പറഞ്ഞാലും ഈ പിള്ളേർ കേൾക്കത്തില്ല. പിന്നെ നിർബന്ധിച്ച് നിങ്ങൾ പോകുന്നതല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ പോൾമോന് ഞാൻ ഈ ഉണ്ടാക്കുന്ന ടിഫിൻ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. പിന്നെ റീച്ചാൻ ഇന്നലെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ് എഗ്ഗ് ദോശ എങ്ങാനും ഞാൻ റോള് ചെയ്ത് തരാം, ക്യാൻറ്റീനിൽ പോയിരുന്ന് കഴിക്കുമോ, പിള്ളേർ പിന്നെ അവിടെ ഇരുന്ന് ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കുമോ, അങ്ങനെ വേണം ചെയ്യാൻ പറഞ്ഞു. ഇവർക്കൊക്കെ അവൻ ഉച്ചയാകുമ്പോൾ വരും, 1:30 ആവും. എന്നാലും നമുക്കൊരു മനസ്സിന് ഒരിതില്ല. ഈ ടിഫിൻ ബാഗിന് 3 ഡബ്ബയുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണത്തിൽ ഇഡലി എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇഡലിയും ചട്നിയും കൊണ്ടുവന്നത്. ഇങ്ങനെ ഈ ബാഗ് ആയതുകൊണ്ട് ആട്ടി കളയത്തില്ല. അതുകൊണ്ട് ഞാൻ ബാഗിൽ അങ്ങ് വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ഇങ്ങനെ പീസാക്കി കൊടുത്താൽ അവന് കൈ ഇടണ്ടല്ലേ, എന്നിട്ട് ഫോർക്കും കൊടുക്കാമല്ലേ, കുത്തി കറിക്കകത്ത് മുക്കി കഴിക്കാമല്ലേ. അത്രയും ചമ്മന്തി കൊടുത്തിട്ടും അവൻ ബാക്കി വെച്ചിട്ട് ബാക്കി അധികം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡബ്ബയല്ല ഇത്, കാരണം അത് ഇത് വലിയ ഡബ്ബയായിട്ട് അത്രയും കറി ഒഴിക്കാൻ. പ്രൈസമ്മാൻ ഇങ്ങോട്ട് വന്നേ. തുറക്കുമ്പോൾ ഇങ്ങനെ തുറക്കാവേ, അല്ലാതെ ഇങ്ങനെ തുറക്കരുത്. ഇങ്ങനെ തുറന്നാൽ മൊത്തം തറയിൽ പോകും. ഇഡലിയും ഇതിൻ്റെ അകത്താ ചട്നിയെ. പിന്നെ സ്പൂൺ അമ്മ ഇതിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ചുമയുടെ മരുന്ന് കുടിക്കാൻ പറഞ്ഞ
ഡാഡി ഇങ്ങനെ ഭയങ്കര ചുമയാണ്. മരുന്നുണ്ടെങ്കിലും കുടിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതാ ഞാൻ റീച്ചാണ് പറഞ്ഞത് ഇച്ചിരി ചുമയുടെ മരുന്നെടുക്കും. കേൾക്കുന്നത് നമുക്കങ്ങൊരു ഇത് തോന്നും, അതുപോലുള്ള ചുമയാണ്. അപ്പം ഞാൻ പിന്നെ കൈ വെച്ചോണ്ടായി മൊബൈൽ എടുക്കുന്നത്. പോളിന് ഇതുപോലെ ഒരു വലിയ ദോശ ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി സവാളയും ഉപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പരത്തി അതിങ്ങനെ ഞാൻ പിന്നെ ഫോയിലിൻ്റെ അകത്ത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് 10 മണിയാകുമ്പം 10 എപ്പോഴാന്ന് വെച്ചാൽ ആ ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ പറഞ്ഞു. ഇനി കാണിക്കുന്ന വീഡിയോ സൺഡേ റീച്ചാനും പോളൂടെ ഞാൻ ഇന്ന് ലൈവ് വന്നിട്ട് പറഞ്ഞില്ലേ ഇവർക്ക് വെളിയിൽ പോകണമെന്ന്. അവർ രണ്ടും കൂടെ വെളിയിൽ പോയപ്പം എടുത്ത വീഡിയോയാ കേട്ടോ. താല്പര്യമുള്ളവർ കാണേ. ഞാനും പപ്പ ഇപ്പം ക്രോമയിൽ പോവേണ്ട എൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ. ഇതാ എടുത്തത് ഞാൻ.
ഇവിടെ. അടിക്കൊരു ചുമ. ഞാൻ പറഞ്ഞ് അധികം വെച്ചോണ്ടിരിക്കേണ്ട, ഉടനെ അവിടെ ഡോക്ടറെ ക്ലിനിക്കിൽ കൊണ്ട് കാണിക്കാൻ. അപ്പം മഴ, ഒരു കുട കൊണ്ടുപോകാതെ പോയത്. ഞാൻ എന്നാലേ കുടയും കൊണ്ട് പോട്ടങ്ങോട്ട്. ഓക്കെ, ഒരു കുട 3 കുട വേണം. അപ്പം മഴയായിട്ട് ഇവരും കുടയെടുക്കാൻ മറന്നുപോയി. ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ നെബുലൈസേഷൻ കൊടുക്കാൻ പറഞ്ഞ് നെബുലൈസേഷൻ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഇനി എൻ്റെ ജോലികളുണ്ട്. റീച്ച അവിടെ ഓഫീസിൽ പോകാൻ നിൽക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാനുള്ള മെഡിസിൻ ഓർഡർ ചെയ്യണം, വാട്സപ്പിൽ ഇടുക. അപ്പോൾ അവർ കൊണ്ട് തരും. കൂടെയൊക്കെ കൊടുത്തിട്ട് വന്ന് നെബുലൈസേഷൻ കൊടുക്കണം. നെബുലൈസേഷൻ കൊടുത്തു. പാത്രങ്ങൾ കഴുകി വെത്തയ്ക്ക മെഴുക്കോട്ടി അടപ്പത്ത് വെച്ചു. ചോറ് ഇരിപ്പുണ്ട് കുറച്ച്, പിന്നെ സാവകാശം വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ചോറ് അടപ്പത്തോട്ട് വെച്ച് ഈ പ്രൈസമ്മോ വരാറാവുന്നു, അവനെ വിളിക്കാൻ പോകണം. ഓക്കെ, മഴ ഇങ്ങനെ കാർ വന്നും പോയി നിൽക്കുന്നു. മെഡിസിൻ ഇവിടുന്നും തന്നു, മെഡിസിൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും തന്നു. അപ്പോൾ അതോടെ വന്നിട്ട് വല്ലതും കൊടുത്തിട്ട് മെഡിസിൻ കൊടുക്കാമെന്ന് വെച്ചു. വിളിച്ചോണ്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാബേജ് അരിഞ്ഞിട്ട് പ്രീസം മോനെ വിളിക്കാൻ പോയി. അവൻ വന്ന് ഡ്രസ്സൊക്കെ മാറുന്നു. ടിഫിൻ ബോക്സ് ഒക്കെ കാബേജ് അരിയണം. വെണ്ടയ്ക്ക മെഴുക്കോട്ടി റെഡിയായി. അത് അവർക്കിനി ചപ്പാത്തി കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്തതിന് ശേഷം ചിന്തിച്ചയ്യോ മെഴുക്കോട്ടിയുടെ ലാസ്റ്റ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ തോരൻ വെക്കാൻ നേരം ഇച്ചിരി ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട്, ഉഴുന്നുപരിപ്പ് ഇട്ട് വെക്കുന്നതിൻ്റെ അന്ന് ആ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പോള് ചിലപ്പോൾ പറയുമോ എന്തോ ഇടയ്ക്ക് കടിക്കുന്നതെന്ന്. പക്ഷെ അതിട്ട് തോരൻ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്രാവശ്യം കടുക് നമ്മൾ ഈ കടയെ വിളിച്ച് പറയുമല്ലേ കൊണ്ടുവന്നുണ്ടേ. ഏറ്റവും കടുക് 2 തരത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി വലിയ കടുകുണ്ട്. ഇത് വേറും മണി കടുക് മണിന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതുപോലുള്ള കടുക്. പിന്നെ ഞാൻ തിരിച്ചൊന്നും കൊടുക്കാൻ പോയില്ല. അതുകൊണ്ട് അതങ്ങോട്ട് ഇടുമ്പോഴേ പടപട പൊട്ടിത്തെറിച്ചു വിടും. സത്യം പറഞ്ഞാൽ ഇച്ചിരി മീൻ ഉണ്ടെങ്കിൽ ആ ചാറ് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ഇപ്പം മീനില്ലാത്തതുകൊണ്ട് ആകെ ഒരു അവതാളത്തില്ല. ഒരിച്ചിരി എരിവ് പോലുള്ള കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ല. ഈ മോരും തോരനും ഒക്കെ ആകുമ്പോൾ അത്ര ഇങ്ങോട്ടില്ല. ചിലർ ചിന്തിക്കുമോ പിന്നെ മീനില്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങത്തില്ലയോന്ന്. ഇല്ല, കഴിച്ച് ശീലമുള്ളവർക്കേ അത് ഇച്ചിരി കിട്ടിയാൽ നല്ലതാണ്. എന്ന് ചെയ്യാൻ ഇച്ചിരി അതിൻ്റെ ചാറ് മതി. മീൻ കഷണം വേണമെന്നൊന്നുമില്ല. അത് കൂട്ടി വേറൊരു കൂട്ടാനില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആ ചാറും കൂട്ടി ഇവിടെ കൊച്ചുങ്ങളാണെങ്കിലും ആ ചാറാണെങ്കിലും അവർക്ക് ഇഷ്ടം. പോളിന് പിന്നെ മോരുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഇതും വേണ്ട. എല്ലാ സിറ്റുവേഷനിൽ കൂടെയും നമുക്ക് ജീവിക്കാം. ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.